തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അപാരമായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ സംസാരശേഷി എന്ന് പറയുന്നത്. സംസാരിക്കുവാനുള്ള കഴിവ് നൽകപ്പെട്ട മനുഷ്യനോട് ആ സംസാരം എവിടെ നടത്തണം, എവിടെ മൗനം പാലിക്കണം എന്ന കൃത്യമായ നിർദ്ദേശവും ഇസ്ലാമിന് പറയാനുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മാലുക്കളായി ജീവിക്കണേ. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും നല്ല വർത്തമാനം പറയണേ, നേരെ ചൊവ്വേയുള്ള ഏറ്റവും സദീദായ ഉത്തമമായ ഉന്നതമായ വാക്കുകളെ നിങ്ങൾ പറയാവൂ എന്ന്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെ സംസാരിക്കണം എന്ന് പഠിക്കുന്നത് പോലെ തന്നെ അവൻ പഠിക്കേണ്ടതാണ് എവിടെ സംസാരിച്ചുകൂടാ എന്ന്. മഹാനായ സ്വഹാബി അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തഅല്ലമു സ്വംത, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് എവിടെയാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. കമാ തതഅല്ലമൂനൽ കലാമ, എവിടെയാണ് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കുന്നത് പോലെ എവിടെയൊക്കെ മൗനം പാലിക്കണം എന്നും നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സ്വഹാബത്ത് പറയുന്നുണ്ട്, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുതീലു സ്വംത, അള്ളാഹുവിൻ്റെ റസൂല് വളരെ അധിക സമയവും മൗനം പാലിക്കാറ് പതിവുണ്ടായിരുന്നു എന്ന്. അത് ഈമാനിന്റെ ലക്ഷണമാണെന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ അതിനോട് ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു. എപ്പോഴും മൗനം പാലിക്കണം എന്നല്ല ആ പറയുന്നതിൻ്റെ ഉദ്ദേശം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്, ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ ഈമാൻ കൊള്ളുന്നവരാണെങ്കിൽ, റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്നവരും അവനിൽ യഥാവിധി വിശ്വസിക്കുന്നവരും തൻ്റെ ഓരോ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പരലോക കോടതിയിൽ താൻ കൃത്യമായി മറുപടി പറയേണ്ടി വരും എന്ന ബോധവുമുള്ള മുഴുവൻ ആളുകളും പാലിക്കേണ്ടുന്ന മര്യാദയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ, ഖൈറായ വാക്കുകളെ മനുഷ്യൻ പറയാവൂ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മൗനം പാലിക്കട്ടെ എന്നാണ്. മനുഷ്യന്റെ വാക്കുകൾ 3-4 തരമായി പണ്ഡിതന്മാർ വിഭജിച്ചിരിക്കുകയാണ്. ഒന്ന്, പൂർണ്ണമായും ഉപകാരപ്രദമായ നന്മകൾ നിറഞ്ഞ വാക്കുകൾ. മറ്റൊന്നതിൻ്റെ നേർ വിപരീതമായ പൂർണ്ണമായും തിന്മകൾ മാത്രം നിറഞ്ഞ വാക്കുകൾ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നന്മയുമുണ്ടതിൽ തിന്മയുമുണ്ടതിൽ. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നന്മയുമില്ലാതെ പറയുന്നതിൽ തിന്മയുമില്ല, വെറും പാഴ്വാക്കുകളാണ്. ഇപ്പറഞ്ഞ 3 വിഭാഗത്തിലും മനുഷ്യൻ സംസാരിച്ചുകൂടാ എന്നാണ് ഇസ്ലാമിന്റെ നിയമം. മറിച്ച് ആദ്യം പറഞ്ഞ വകുപ്പിൽ മാത്രമേ വിശ്വാസി സംസാരിക്കാവൂ എന്ന്. പൂർണ്ണമായും നന്മയുണ്ടെങ്കിൽ അല്ലാതെ വിശ്വാസി അവന്റെ നാവ് ചലിപ്പിച്ചുകൂടാ എന്ന്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖഹ ഔ മഅറൂഫ് ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിലും വർത്തമാനങ്ങളിലും ഒരു ഖൈറുമില്ല. മനുഷ്യൻ സ്വകാര്യമായോ പരസ്യമായോ ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ ഖൈറായതേ പറയാവൂ. 3 വകുപ്പുകളിലാണ് ആ സംസാരങ്ങളെ വേർതിരിച്ചത്, ഖൈറായ സംസാരങ്ങൾ. ഇല്ലാ മൻ അമറ ബിസദഖഹ, ആർക്കെങ്കിലും വേണ്ടി സദഖ ചെയ്യുവാൻ വേണ്ടി നിനക്ക് സംസാരിക്കാം, ദാനധർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള സംസാരങ്ങളിൽ ഏർപ്പെടാം, അതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, പാവങ്ങളെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി, വിധവകളുടെ കാര്യത്തിൽ, അനാഥകളുടെ കാര്യത്തിൽ, അഗതികളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ നിനക്ക് സംസാരിക്കാം. അത് ഖൈറായ സംസാരമാണ്. അതിനുവേണ്ടി നിനക്ക് ഒത്തുകൂടാം, ഏത് സ്വകാര്യമായും നിനക്ക് യോഗങ്ങൾ ചേരാം. അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ്, അല്ലെങ്കിൽ മഅറൂഫായ കാര്യങ്ങൾ. വിശാലമാണ് ആ പട്ടിക. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ഖൈറും അതിൽപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ദിക്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ സ്വലാത്തുകൾ, നമ്മുടെ തസ്ബീഹുകൾ, നമ്മുടെ ദുആകൾ,
അതേപോലെ തന്നെ നന്മ കൊണ്ട് കൽപ്പിക്കൽ, തിന്മ കണ്ടാൽ അതിനെ എതിർക്കൽ, ഇതൊക്കെയും മഅറൂഫ് കൊണ്ടുള്ള കൽപ്പനയാണ്, മഅറൂഫിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിനുവേണ്ടിയായിരിക്കണം നീ സംസാരിക്കുന്നത്. മൂന്നാമത്തെ ഒരു വകുപ്പ് പറഞ്ഞത് ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, തമ്മിൽ തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിടയിൽ രഞ്ജിപ്പിന് വേണ്ടി നീ സംസാരിച്ചോളൂ. ഈ വക കാര്യങ്ങളിലൊക്കെയാണ് നീ സംസാരിക്കേണ്ടത്. അതാണ് ഖൈറായ സംസാരം. അല്ലാത്തടത്ത് നീ മൗനം പാലിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈമാനുള്ള വിശ്വാസികളോട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ചു നോക്കണം. പലപ്പോഴും തുരുതുരാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതല്ല മനുഷ്യന്റെ വിവേകം എന്ന് പറയുന്നത്. വേണ്ടിടത്ത് സംസാരിക്കുക, വേണ്ടാത്തിടത്ത് മൗനം പാലിക്കുക. സംസാരിക്കാതിരിക്കുന്നതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരാറ് വളരെ വിരളമാണ്. അതേ അവസരത്തിൽ ഒരുപാട് സംസാരിച്ചതിന്റെ പേരിൽ പലപ്പോഴും ആളുകൾ ധാരാളമായി ഖേദിക്കേണ്ടി വരാറുണ്ട്. കാരണം മനുഷ്യ സംസാരങ്ങളിൽ കളവുകൾ കടന്നുകൂടും, ഗീബത്തുകൾ കടന്നുകൂടും, നമീമത്തുകൾ കടന്നുകൂടും, അബദ്ധങ്ങൾ കടന്നുകൂടും, തെറികളും ചീത്തകളും മോശപ്പെട്ട സംസാരങ്ങളും ദുരഭിമാനത്തിന്റെ വാക്കുകളും താൻ പോരിമകളും സ്വയം പുകഴ്ത്തലുകളും റിയാഇന്റേതായ വാക്കുകളുമൊക്കെ മനുഷ്യ സംസാരങ്ങളിൽ അറിയാതെ കടന്നുകൂടും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഒരു വിശ്വാസി അവന്റെ നാവ് ചലിപ്പിക്കാവൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം മാ യൽഫിളു എന്നാണ് അല്ലാഹു പ്രയോഗിച്ചത്. ലഫള എന്ന് പറഞ്ഞാൽ അധികം സംസാരിച്ചു എന്നൊന്നും അതിനർത്ഥമില്ല. ഒരക്ഷരം, ഒരു പദം ഉരിയാടിയത് എന്നുള്ളതാണ് ലഫള എന്നുള്ളതിന്റെ അർത്ഥം. മാ യൽഫിളു മിൻ ഖൗലിൻ, ഏതെങ്കിലും ഒരൊറ്റ വാക്ക് പോലും ഒരു മനുഷ്യൻ ഉരിയാടുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവന്റെ അടുക്കൽ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുവാനുള്ള സൂക്ഷ്മ നിരീക്ഷണാലുക്കളായ മലായിക്കത്തുകൾ ഇല്ലാതെ ഒരു വാക്കും അവന് പറയാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏതൊക്കെ കാര്യങ്ങളിൽ അവന്റെ സംസാരം ഉണ്ടാകണമെന്ന് അവൻ കൃത്യമായി പഠിച്ചുകൊണ്ടേ അവൻ സംസാരിക്കാവൂ. പലപ്പോഴും മുതിർന്നവർക്ക് മുമ്പിൽ മൗനം പാലിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ല ലക്ഷണമായി മാറും. അതൊരു അദബിന്റെ ഭാഗമാണ്. മുതിർന്നവരിയ്ക്കുന്നിടത്ത് ഇളയവരങ്ങനെ ധാരാളം സംസാരിക്കാതിരിക്കലാ നല്ലത്. അത് അവരെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ മാതാപിതാക്കൾ ഒരുപക്ഷെ അവർ നമുക്ക് പറ്റാത്തത് വല്ലതും സംസാരിക്കുമ്പോഴും അതെന്റെ ഉമ്മയാണ്, ഞാൻ മറുപടി പറഞ്ഞുകൂടാ. അതെന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്, ഞാൻ സംസാരിച്ചുകൂടാ. അവിടെ എനിക്ക് സംസാരിക്കാൻ വകുപ്പുണ്ടെങ്കിൽ പോലും അതെന്റെ ഉമ്മയാണല്ലോ, എൻ്റെ ഉപ്പയാണല്ലോ, ഉപ്പയോടും ഉമ്മയോടുമാണല്ലോ ഞാൻ ഈ എതിർത്ത് സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ മൗനം പാലിക്കുന്നുവെങ്കിൽ അത് മാതാപിതാക്കളോടുള്ള അദബിന്റെയും അവരോട് കാണിക്കുന്ന പുണ്യത്തിന്റെയും കടമയുടെയും ലക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇണകൾ തമ്മിൽ പരസ്പരം സ്വാഭാവികമായും പലപ്പോഴും ഭാര്യാഭർത്തൃ ജീവിതത്തിൽ, ദാമ്പത്യത്തിൽ എന്നും സുഖകരമായ ഒരവസ്ഥയൊന്നും നിലനിൽക്കണമെന്നില്ല. പലപ്പോഴും സ്വരച്ചേർച്ചയില്ലായ്മകൾ ഉണ്ടാകും. രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഒരാൾക്ക് പിടിക്കുന്നത് മറ്റേയാൾക്ക് പിടിച്ചുകൊള്ളണമെന്നില്ല. ഒരാൾക്ക് ഭൂഷണമായി തോന്നുന്നത് മറ്റേയാൾക്ക് അത്ര കൃത്യമായി തന്നെ അത് ഭൂഷണമായി തോന്നിക്കൊള്ളണമെന്നില്ല. അവിടെയൊക്കെ തന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ പലപ്പോഴും പറയാറുണ്ട്. പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ കാണാം, കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഭാര്യാഭർത്താക്കളിൽ ഒരാൾ അഗ്നിയായി മാറുമ്പോൾ അവരിൽ ഒരാൾ വെള്ളമായി മാറണം എന്നാണ്. ഒരാൾ അഗ്നിയായി മാറുമ്പോൾ അതിനെ തണുപ്പിക്കുന്ന വെള്ളമായി മാറണം മറ്റൊരാളെന്നാണ്. ഇല്ലെങ്കിൽ അത് കത്തിപ്പടരും, ആ കുടുംബം നശിക്കും, ആ ജീവിതം തകരാറിലാകും. അതുകൊണ്ട് തന്നെ അവിടെ മൗനം പാലിക്കുന്നത് നമുക്ക് അശക്തിയല്ല. അവിടെ മൗനം പാലിക്കുന്നത് കുറഞ്ഞുകൊടുക്കലോ നമ്മുടെ ദുർബലതയോ ഒന്നുമല്ല. മറിച്ച് അത് നമുക്ക് പിന്നീടുള്ള ജീവിതത്തിൽ മാധുര്യം നൽകുന്ന വലിയ ഗുണമായി മാറുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ കുടുംബജീവിതത്തിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങളിൽ, ബന്ധുക്കളുടേതായ കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലയിടത്ത് മൗനം പാലിക്കേണ്ടി വരും. ചില ഖൈറുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എത്രയാണ് സഹോദരങ്ങൾ പീഡിപ്പിച്ചത്, എത്രയാണ് അവിടുത്തെ മനോവീര്യം തകർക്കുന്ന വിധത്തിൽ അവർ പ്രവർത്തിച്ചത് ചെറുപ്പകാലത്ത്. പക്ഷേ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹിസ്സലാമിന് അത്യുന്നതമായ പദവികളിൽ, ഉന്നതമായ ഉദ്യോഗസ്ഥ പദവി ലഭിച്ച് ഈജിപ്തിന്റെ ഭരണാധിപ സ്ഥാനങ്ങളിൽ അദ്ദേഹം എത്തിപ്പെട്ടു. തന്നെ പീഡിപ്പിച്ച ഈ സഹോദരങ്ങൾ വരെ തന്റെ മുമ്പിൽ കൈനീട്ടേണ്ടുന്ന അവസ്ഥ വരെ എത്തി. അവിടെ ഉണ്ടായ ഒരു സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തന്റെ ഇളയ സഹോദരനായ ബിന്യാമീനെ തന്റെ കൂടെ നിർത്തുവാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രയോഗിച്ച ഒരു തന്ത്രം,
വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പാനപാത്രം അഥവാ ഭക്ഷണം അളക്കുന്ന ലിറ്റർ പാത്രം ഒരാളുടേതായ സഞ്ചിയിൽ കെട്ടിവെക്കുകയാണ്. എന്തിന്? ആ വ്യക്തി അത് മോഷ്ടിച്ചു എന്ന് വരുത്തി തീർത്താൽ ആ വ്യക്തിയെ ഇവിടെ തൻ്റെ കൂടെ നിർത്താമല്ലോ എന്ന നിലക്ക് ചരിത്രം നമുക്കറിയാവുന്നതാണ്. യൂസുഫ് അലൈഹിസ്സലാമിന് താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ സഹോദരനെ കൂടെ നിർത്താൻ പ്രയോഗിച്ച ഒരു തന്ത്രമായിരുന്നു അത്. അവസാനം ആ തന്ത്രം അതവിടെ വിജയിച്ചു. സഹോദരങ്ങൾക്കിടയിൽ ചർച്ചയായി. ഓരോരുത്തരുടെയും ചാക്കുകൾ കെട്ടഴിച്ചു നോക്കുമ്പോൾ ബിന്യാമീനിന്റെ അരിച്ചാക്കിൽ അവിടെ അളക്കുന്ന പാത്രം കണ്ടെത്തി. ഇനിയാണ് സംഭവം. ആ സമയത്ത് കണ്ടോ, മോഷ്ടിച്ചു എന്നാണല്ലോ ഇപ്പൊ ഇവിടെ ബോധ്യമാകുന്നത്. ആ സമയത്ത് ഈ സഹോദരങ്ങൾ യൂസുഫിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട് അലൈഹിസ്സലാം. ഖാലു ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ. ഈ യസ്രിഖ് മോഷ്ടിച്ചില്ലേ, ഇപ്പൊ ഇവനാണ് മോഷ്ടിച്ചത് എന്ന് യൂസുഫെ നിങ്ങൾക്ക് ബോധ്യമായില്ലേ? അത് ഇവന്റെ പാരമ്പര്യമാണ്, അത് ഇവന്റെ പണ്ടേ പാരമ്പര്യമാണ്. ഈ യസ്രിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ. ഇവന് മുമ്പൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അവനും മോഷണം പാരമ്പര്യമുണ്ടായിരുന്നു എന്ന്. ചിന്തിക്കൂ സഹോദരന്മാരെ, ആരോടായി പറയുന്നത്? യൂസുഫ് അലൈഹി ഇസ്ലാമിനോടാ പറയുന്നത്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചായി ഇപ്പൊ ഈ സഹോദരങ്ങൾ പറയുന്നത്. ചെയ്യേണ്ടതെല്ലാം ദുൽമുകൾ ചെറുപ്പകാലത്ത് ചെയ്തു, എന്നിട്ടും ഒരു മോശവും വരുത്തുന്നില്ല. ഇപ്പോഴും ദുരാരോപണത്തിന് യൂസുഫും മോഷ്ടാവായിരുന്നു എന്നാണ് അവർ യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് തന്നെ ആളറിയാതെ സംസാരിക്കുന്നത്. ആ സമയത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, യൂസുഫ് അലൈഹിസ്സലാം സ്വീകരിച്ച ഒരു തന്ത്രം. ഫഅസറഹാ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും ഖാല അൻതും ശർറും മകാന. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മനസ്സിലെ സങ്കടം അവിടെ ഒളിപ്പിച്ചു വെച്ചു. അതിന് സഹോദരങ്ങളോട് മറുപടി പറഞ്ഞില്ല. വലം യുബ്ദിഹാ ലഹും, സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അതിശക്തമായി മറുപടി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ വലം യുബ്ദിഹാ ലഹും, അതവരോട് വെളിപ്പെടുത്താതെ യൂസുഫ് അലൈഹിസ്സലാം അവിടെ സംസാരിക്കാതെ മൗനം പാലിച്ചു. മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഖാല അൻതും ശർറും മകാന, ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ നിങ്ങൾക്ക്? ഇപ്പോഴും ഈ മോശപ്പെട്ട ചിന്താഗതി കൊണ്ട് നടക്കുകയാണ് അല്ലേ എന്ന രൂപത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആത്മഗതം പറഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. എന്താണ് ഇതിലടങ്ങിയ പാഠം? അതവിടെ ഞാനാരടോ യൂസുഫ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എല്ലാ തന്ത്രങ്ങളും പാളും. അവിടെ ബിന്യാമീനിനെ കൂടെ നിർത്തുവാനുള്ള എല്ലാ തന്ത്രങ്ങളും അവിടെ വേരറ്റു പോകും. അതുകൊണ്ട് തന്നെയാണ് യൂസുഫ് അലൈഹിസ്സലാം അവിടെ സംസാരിക്കാതിരുന്നത്. എന്താണ് അതിലെ പാഠം? ചിലയിടത്ത് നമുക്ക് സംസാരിക്കാൻ ന്യായമുണ്ടായിരിക്കും, പക്ഷേ അവിടെ സംസാരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മസ്ലഹത്തിനേക്കാൾ സംസാരിച്ചാൽ ഉണ്ടാകുന്ന മഫ്സദത്ത്, കുഴപ്പമായിരിക്കും അധികമാവുക. അത്തരം ഘട്ടങ്ങളിൽ പഠിച്ച് സംസാരിക്കണം എന്നർത്ഥം. അതാണ് ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ ലഗ്വിൽ ഒട്ടും സംസാരിച്ചുകൂടാ. ആവശ്യമില്ലാത്തതിൽ കയറിക്കടന്ന് സംസാരിക്കരുത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, മുഅ്മിനീങ്ങളുടെ സ്വഭാവം തന്നെ. ഫിർദൗസ് അനന്തരമായി കിട്ടുന്ന വിശ്വാസികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്തൊക്കെ പറയും, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ് വിശ്വാസികൾ എന്ന്. മാത്രമല്ല, ലൈസൽ മുഅ്മിനു ബിത്ത്ആനി, സത്യവിശ്വാസികൾ ആരെയും കുത്തിപ്പറയുന്നവരല്ല, കുത്തുവാക്കുകൾ പറയുന്നവരല്ല. വലൽ ലആനി, ശപിച്ചു പറയുന്നവരല്ല. വലൽ ഫാഹിശി വലൽ ബദീഇ, തെറിയും അശ്ലീലവും സംസാരിക്കുന്നവരല്ല മുഅ്മിൻ എന്നുകൂടി ഇസ്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും പറയുമ്പോഴും ഇടപെടുമ്പോഴും ഒക്കെ ഈ ഒരു പക്വത വിശ്വാസികൾ പാലിക്കണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ വിധത്തിലുള്ള സദീദായ ഖൗലുകളെ വിശ്വാസികൾ പറയാവൂ. അതിലൂടെയാണ് നമ്മുടെ അമലുകൾ നന്നാവുകയും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് വേണ്ടിടത്ത് സംസാരിക്കുന്ന, വേണ്ടാത്തിടത്ത് കയറി ഇടപെടാത്ത സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, രക്ഷ ലഭിക്കുവാനുള്ള മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക് അലൈക ലിസാനക്,
നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കലാണ് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും വലിയ മാർഗം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മാത്രമല്ല പറഞ്ഞത്. റഹിമല്ലാഹു അബ്ദൻ തകല്ലമ ഫഗനിമ ഔ സകത ഫസലിമ. അള്ളാഹു ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ, ഒരടിമയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താണ് അവൻ്റെ ഗുണങ്ങൾ? തകല്ലമ, വേണ്ടിടത്തവൻ സംസാരിക്കുന്നു. ഫഗനിമ, അതുകൊണ്ടവൻ ഒരുപാട് സമ്പത്ത് നേടുന്നു. റബ്ബിൻ്റെ അടുക്കൽ ഒരുപാട് മേന്മകൾ അവൻ നേടുന്നു. ഔ സകത, അല്ലെങ്കിൽ വേണ്ടാത്തിടത്തവൻ മൗനം പാലിക്കുന്നു. ഫസലിമ, റബ്ബിൻ്റെ ശിക്ഷയിൽ, ഒരുപാട് ശിക്ഷയിൽ നിന്നവൻ രക്ഷപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരടിമയെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഡ്വാൻസ്ഡായി വർഷങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. രോഷം കത്തിപ്പടരുന്ന വേളയിലൊക്കെ തണുക്കാൻ വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഇദാ ഗളിബ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ രോഷം കൊണ്ട് വല്ലാതെ ദേഷ്യപ്പെടുകയാണെങ്കിൽ, ധാരാളം സംസാരിക്കുന്നുവോ, ഫൽയസ്കുത്, മിണ്ടാതിരുന്നോളണം. മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. ഒരു വിഡ്ഢി നമ്മളോട് ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദാ നതഖ സഫീഹു ഫലാ തുജിബുഹു, ഒരു വിഡ്ഢി നിന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ, ചീത്ത പറയുകയാണെങ്കിൽ, ഫലാ തുജിബുഹു, നീ അതിന് മറുപടി കൊടുക്കാൻ പോണ്ട. ഫഖൈറും മിൻ ഇജാബതിഹി സുകൂതു, അവനോട് മറുപടി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നീ മൗനം പാലിക്കലാണ് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അനാവശ്യമായി അദ്ദേഹത്തെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി തങ്ങളൊന്നും മിണ്ടുന്നില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രതികരിക്കുന്നൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വല്ലാതെ ഇങ്ങനെ പറയുന്നു എന്ന് കണ്ടപ്പോൾ ഒന്ന് പ്രതിരോധിക്കാമല്ലോ എന്ന നിലക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറയാൻ ആരംഭിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു, നബിയെ, ഇത്ര നേരം അയാൾ എന്നെ ചീത്ത പറഞ്ഞപ്പോൾ അങ്ങനെ കേട്ടിരുന്നപ്പോൾ നിങ്ങളും അവിടെ ഇരുന്നു, അതേ അവസരത്തിൽ ഞാനൊന്ന് പ്രതികരിക്കാൻ എന്നപ്പോൾ നിങ്ങൾ എന്താ എഴുന്നേറ്റ് പോയത്? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറെ, നീ സിദ്ദീഖാണ്, നീ വലിയ മഹാനാണ്, നിനക്ക് വലിയ മഹത്വമുണ്ട്. നിന്നെ ഇങ്ങനെ അനാവശ്യമായതൊരു വിഡ്ഢി പറയുമ്പോൾ നീ മിണ്ടാതിരിക്കുമ്പോഴൊക്കെ ഒരു മലക്ക് അവിടെ നിന്നിട്ട് നിനക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കെതബത്ത, പറയുന്നത് കളവാടാ, നീ പറയുന്നത് കളവാടാ എന്നിങ്ങനെ നിനക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നീ ഇടപെട്ട് സംസാരിക്കാൻ തുടങ്ങിയത് മുതൽ ആ മലക്ക് എഴുന്നേറ്റ് പോയി, ശൈത്താൻ അവിടെ ഇരുന്നു, ശൈത്താൻ്റെ കൂടെ ഞാൻ ഇരിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ശുഅബുൽ ഈമാനിൽ ബൈഹഖിയൊക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതിൻ്റെ അർത്ഥം ആരെന്ത് പറഞ്ഞാലും മറുപടി പറയേണ്ടെന്നല്ല. ഹക്ക് പറയേണ്ടിടത്ത് ഹക്ക് സംസാരിക്കണം. അതേ അവസരത്തിൽ വിഡ്ഢികൾ ഇങ്ങനെ ആവശ്യമില്ലാതെ വളവളാന്ന് സംസാരിക്കുന്നിടത്ത് എല്ലാത്തിനും കയറി മറുപടി പറയേണ്ടതില്ല. അവിടെ മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കണമെന്നും ഞാൻ ആദ്യം പറഞ്ഞ വചനത്തിൽ പറഞ്ഞ 3 പട്ടികയിൽ വരുന്നിടത്ത് മൗനം പാലിക്കരുത്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ ഔ മഅറൂഫ് ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ആ വിധത്തിൽ ഇസ്ലാം എന്താണോ നമ്മളോട് പറഞ്ഞത് അനുസരിക്കുക. കൃത്യമായി തന്നെ ഓരോന്നും വേണ്ടിടത്ത് പ്രയോഗിക്കുക. അതാണ് സത്യവിശ്വാസികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവേകം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ന്യൂനതകളും പോരായ്മകളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പല ആളുകളും വീടുകളിലും ആസ്പത്രികളിലുമൊക്കെ ഓപ്പറേഷന് വിധേയമാകുന്നവരും രോഗികളായി പലരുമുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാം നീ പരിപൂർണമായി ശിഫ നൽകണമേ. ഞങ്ങളെയും അവരെയും ഏറ്റവും നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم أجرنا وأجر والدينا من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا